കാസർഗോഡ് എന്ന അതിമനോഹരമായ ഗ്രാമം പിന്നീട് എൻഡോസൾഫാൻ ട്രാജഡിയുടെ നാട് എന്നറിയപ്പെട്ടത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ലോകത്തിൽ തന്നെ മാരകമായ പെസ്റ്റിസൈഡുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പെസ്റ്റിസൈഡാണ് എൻഡോസൾഫാൻ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാമുകളും കയറ്റുമതിയും ഉള്ള നാടാണ് കാസർഗോഡ്. കശുവണ്ടിത്തോട്ടങ്ങളിലെ ഇൻസെക്റ്റുകളെ കൊല്ലാനെന്നുള്ള രീതിയിലാണ് എൻഡോസൾഫാൻ കൊണ്ടുവന്നത്. വർഷങ്ങളോളം എൻഡോസൾഫാൻ എന്ന മാരകവിഷം അവിടെ സ്പ്രേ ചെയ്യുകയുണ്ടായി. 4600 ഹെക്ടേഴ്സ് കശുവണ്ടി ഫാമുകളിലാണ് 24 വർഷം 1976 മുതൽ 2000 വരെ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം എന്ന രീതിയിൽ അവർ സ്പ്രേ ചെയ്യുമായിരുന്നു. തടസ്സമില്ലാത്ത സ്പ്രേയിങ് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ കാര്യമായി ബാധിച്ചു. പരിസ്ഥിതി ചില ദുരന്ത സിഗ്നലുകൾ കൊടുക്കാൻ തുടങ്ങി. എൻഡോസൾഫാൻ അടിക്കുന്ന പരിസരങ്ങളിൽ തന്നെ അതിൻ്റെ സിംറ്റംസുകൾ വരാൻ തുടങ്ങി. 3 വർഷം കഴിഞ്ഞ് 1979 അവിടെ ജനിക്കുന്ന മൃഗങ്ങളിൽ പോലും അസാധാരണമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ജനിതക വൈകല്യങ്ങളോട് കൂടിയാണ് കന്നുകാലികൾ പ്രസവിച്ചിരുന്നത്. ജനിക്കുമ്പോൾ തന്നെ കൈകാലുകളിൽ മുടന്തോ അല്ലെങ്കിൽ പ്രസവിക്കുമ്പോൾ മരിച്ചു പോവുകയോ ചെയ്യുമായിരുന്നു. ഇത്തരത്തിലുള്ള അസാധാരണമായ സംഭവങ്ങൾ കണ്ടിട്ടും ടോക്സിക് കെമിക്കൽ അടിക്കുന്നത് അവർ നിർത്തിയിരുന്നില്ല. അവർ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. കുടിവെള്ള സ്രോതസ്സുകളിലും ഇതിൻ്റെ അംശം പതിച്ചു. 12 നാടുകളെ അതിഭീകരമായി ബാധിച്ചു. പലതരത്തിലുള്ള ക്രോണിക് ഹെൽത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ തുടങ്ങി. ഫിസിയോളജിക്കൽ, ഫിസിക്കൽ, ബിഹേവിയർ ഡിസോർഡേഴ്സ്, സെൻസറി ലോസ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, കാർഡിയോവാസ്കുലാർ ഡിസീസസ്, ഡെർമറ്റോളജിക്കൽ ഡിസീസസ്, അങ്ങനെ വളരെ സിവിയറായ ഹെൽത്ത് ഇഷ്യൂസ് നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങി. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന മാരക വിഷയങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിഷമാണ് എൻഡോസൾഫാൻ. ഇൻസെക്റ്റിനെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായ ഹൈ കെമിക്കലാണ് എൻഡോസൾഫാൻ. ഇത് സ്കിന്ന്, ലങ്സ്, സ്റ്റൊമക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ അബ്സോർബ് ചെയ്യുന്നു. 88 രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചു. 2001 കാസർഗോഡ് ഗ്രാമത്തിലെ ദുരിതബാധിതരെ മീഡിയാസ് ശ്രദ്ധിക്കുന്നത്. പതിയെ അത് ശക്തമായ ഒരു സമരത്തിലേക്ക് മാറി. നാടിനും നാടിൻ്റെ പരിസ്ഥിതിക്കും ജനങ്ങൾക്കും നീതി കിട്ടാനുള്ള പോരാട്ടമായി മാറി. 2005 കേരള ഗവൺമെൻറ് എൻഡോസൾഫാനെ ബാൻ ചെയ്തു. ആയിരക്കണക്കിന് ആൾക്കാർ ഈയൊരു ദുരന്തത്തിന് ഇരയായി മാറി. എൻഡോസൾഫാൻ ബാധിതർക്ക് മരുന്നും ചികിത്സയും ഫ്രീയായി നൽകണമെന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കി. ഇന്നും ആ നാടിന് ആ മാരക വിഷത്തിൻ്റെ കയ്യിൽ നിന്ന്